റൗണ്ട് തുടങ്ങുമ്പോൾ ഈ മൂന്നാം റൗണ്ടിലാണ് 34-ാം ബൂത്ത് പഞ്ചായത്ത് അങ്ങാടി, 35-ാം ബൂത്ത് സ്റ്റേഷൻ കുന്നൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അൻവർ വീണ്ടും മെച്ചപ്പെടുത്തില്ലേ, വോട്ട് മെച്ചപ്പെടുത്തില്ലേ? നിശ്ചയമായിട്ടും സേതു പറഞ്ഞ ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് 34-ാം ബൂത്ത് പഞ്ചായത്ത് അങ്ങാടി, 35-ാം ബൂത്ത് സ്റ്റേഷൻ കുന്ന്, ഇവിടെ രണ്ടും അൻവർ ലീഡ് ചെയ്യുമെന്ന് അൻവറും അദ്ദേഹത്തിന്റെ അണികളും ഉറച്ചു വിശ്വസിക്കുന്ന സ്ഥലങ്ങളാണ് എന്ന് കാണണം. അവിടെ ഇതുവരെ അവരെ തെറ്റില്ലാത്ത വോട്ട് സമാഹരിച്ചുകൊണ്ട് അവരുടെ വിശ്വാസം ശരിയാകുമെന്നൊരു കണക്കൂട്ടൽ നമ്മൾ എത്തിയാൽ അൻവർ അവിടെ പരമാവധി വോട്ട് സമാഹരിക്കുകയും ലീഡ് ചെയ്യുകയും ചെയ്താൽ ഈ പറയുന്ന ഇവർ തമ്മിലുള്ള വ്യത്യാസം കുറയാനിടയുണ്ട് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ കാണണം. അതായത് സ്വരാജും ഷൗക്കത്തും തമ്മിലുള്ള 1349 വോട്ട് എന്നത് ഒരുപക്ഷെ കുറയാനിടയുണ്ട് ആനുപാതികമായിട്ട് നമ്മൾ കാണണം. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകും. ഇപ്പോഴും നമ്മളുടെ മുന്നിലേക്ക് വരാത്തൊരു പിക്ചർ ഈ നിലമ്പൂർ, അമരമ്പലം തുടങ്ങിയ LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ നമ്മളിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും പോത്തുകല്ല്. അപ്പോൾ അവിടങ്ങളിൽ നല്ല സ്ട്രോങ് ആയിട്ട് സ്വരാജിനെ പോലെ ഒരു അതിശക്തനായിട്ടുള്ള നേതാവിന് വേണ്ടിയിട്ട് വോട്ട് സമാഹരിക്കപ്പെടുന്നുണ്ടാകണം. വോട്ട് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 8328, സ്വരാജ് 9677, ആര്യാടൻ ഷൗക്കത്ത് 1318, മോഹൻ ജോർജ് ഒപ്പം 3417 വോട്ട് PV. അങ്ങനെ 1349 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. മൂന്നാം റൗണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ സനീഷ്. അപ്പോൾ തന്നെ 1347. അങ്ങനെയാണെങ്കിൽ UDF കരുതിയതുപോലെ 1500-ലേക്ക് എത്തും. വഴിക്കടവ് കഴിയുമ്പോൾ ആര്യാടന്റെ ലീഡ് 1349 എന്നത് നല്ല നമ്പറാണ്, യാതൊരു സംശയവുമില്ല. അവിടെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 1349 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. പക്ഷേ ഈ ഘട്ടത്തിലും ഇതാ വിജയം എന്ന് പ്രവചിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് കരുതുന്നു ഞാൻ. 1349 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുകയാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നിമിഷങ്ങളെ സാഗൂതം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 1349 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. PV അൻവർ തരക്കേടില്ലാത്ത വോട്ട് പിടിക്കുന്നു എന്ന് നമ്മൾ കാണണം. 3417 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. 8328 സ്വരാജിൻ്റെ ആകെ വോട്ട് നമ്പർ. 1349 വോട്ടുകൾ കൂടുതൽ 8328 ആര്യാടൻ ഷൗക്കത്ത് നേടിയിട്ടുണ്ട്. 9627 നമ്പർ ഈ ഒരു നിലയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ 10 മണിക്കൊന്നും നമുക്ക് ഒരു ട്രെൻഡ് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല ഇതല്ല ട്രെൻഡെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ 10 മണി വരെ പോരാ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനകത്ത് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം 1318 വോട്ട് BJPയും സമാഹരിച്ചിട്ടുണ്ട് കേട്ടോ. BJP അവരുടെ വോട്ട് പറഞ്ഞ പോലെ എന്നെ കുറച്ചും കൂടെ നേരത്തെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ വോട്ട് കിട്ടുമായിരുന്നു പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കും. അതിപ്പോ പക്ഷേ നേരത്തെ സ്ഥാനാർത്ഥിയാക്കാലും അവർക്ക് കിട്ടാനുള്ള വോട്ടേ അവിടെ കിട്ടും. കാരണം അവർ മറ്റുള്ളവർ തമ്മിലാണ് മത്സരം അവിടെ. അതുകൊണ്ട് ഹാർഡ് കോർ BJPക്ക് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ വോട്ട് നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മോഹൻ ജോർജ് അങ്ങനെ മോശം സ്ഥാനാർത്ഥിയാണ് എന്ന് കാണേണ്ടതില്ലെന്ന് തോന്നുന്നു. 1318 ഇപ്പോൾ UDFിൻ്റെ ഒക്കെ ശക്തി കേന്ദ്രത്തിൽ വഴിക്കടവ് വഴി വരുമ്പോൾ അപ്പുറത്ത് 3417 മാത്രം അൻവർ നേടിയപ്പോൾ 1318 BJP നേടിയെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് വലിയ തെറ്റൊന്നുമില്ല. അത് അവരുടെ വോട്ട് അവർക്കുണ്ട്. മത്സരം വേണോ എന്ന് പോലും ചിന്തിച്ചിരുന്ന കൂട്ടരാണ് BJP. അവിടെ മത്സരം ഒഴിവാക്കാം, ആദ്യം BDJസിന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു, പിന്നീട് മത്സരം വേണ്ടെന്ന് വിചാരിക്കുന്നു, പിന്നീടാണ് ഏറ്റവും ഒടുവിൽ സർപ്രൈസ് ആയിട്ട് മോഹൻ ജോർജ് അവിടെ വരുന്നതും. നിശ്ചയമായിട്ടും BJP പ്രവർത്തകർ ഇപ്പോൾ അവിടെ അവർ വിജയിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല, അവരുടെ വിഷയങ്ങളൊന്നും അവിടെ ഇല്ല, മറ്റു വിഷയങ്ങളാണ്, മറ്റു തലം രാഷ്ട്രീയമാണ്. പക്ഷേ എന്നിട്ടും അവരുടെ വോട്ടെല്ലാം അവിടെ സമാഹരിച്ചു എന്ന് വെച്ചാൽ BJP പ്രവർത്തകർക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടെന്ന് വേണം പറയാൻ. എന്തായാലും തണ്ണിക്കടവ് ബൂത്തിൽ അൻവർ രണ്ടാമതെത്തി എന്നതാണ് എനിക്ക് തോന്നുന്നു ഈ 9-7 ആകുമ്പോഴേക്കുള്ള വാർത്തകളിലെ വിവരങ്ങളിലെ ഏറ്റവും കൗതുകം നിറഞ്ഞ ഒന്ന്. 2ാം സ്ഥാനത്ത് അദ്ദേഹം എത്തി. മൂന്നാം റൗണ്ട് വഴിക്കടവിലെ മൂന്നാം റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ വീണ്ടും സ്വന്തം ലീഡ് ഉയർത്തിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്. 1349 എന്നുള്ള നിലയിൽ 4 അക്കം കടത്തിയിരിക്കുന്നു ലീഡ്. 2ാം റൗണ്ടിൽ തന്നെ 4 അക്കം കടത്തിയതാണ് ആര്യാടൻ ഷൗക്കത്ത്. 3ാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഉയർത്തിയിരിക്കുന്നു സ്വന്തം ലീഡ് ആര്യാടൻ ഷൗക്കത്ത്. അങ്ങനെ വഴിക്കടവിൽ UDFിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, സ്വന്തം തട്ടകങ്ങളിൽ ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഇവിടെ UDF ലീഡ് ഉയർത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. 1349 ആര്യാടൻ ഷൗക്കത്ത് ഒട്ടുനില ഉയർത്തിയിരിക്കുന്നു. 8328 സ്വരാജ്, 9677 ആര്യാടൻ ഷൗക്കത്ത്, 3417 PV അൻവർ, ഒപ്പം 1318 വോട്ടാണ് മോഹൻ ജോർജ് നേടിയത്. അങ്ങനെ 3ാം റൗണ്ട് കഴിയുമ്പോൾ വഴിക്കടവിൽ വ്യക്തമായൊരു ലീഡിലേക്ക് UDF എത്തുന്നു. UDF പ്രവചനങ്ങളെ ശരിവെക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി